തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ പോയ്സ് ഗാർഡനിലെ ചരിത്രപ്രസിദ്ധമായ വേദനിലയം വസതി സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഏകദേശം 350 കോടി രൂപയുടെ വമ്പൻ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ചെന്നൈ നീലാങ്കരയിലെ വസതിയിലാണ് വിജയ് താമസിക്കുന്നത്. ഇവിടെ നിന്നും രാജാജി റോഡിലെ തമിഴ്നാട് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നതിന് ഏകദേശം 17 കിലോമീറ്ററോളം ദൂരമുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹന വ്യൂഹം കടന്നുപോകുമ്പോൾ ഈ റൂട്ടിൽ വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെടാറുണ്ട്. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഇത് സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് നഗരമധ്യത്തിലേക്ക് താമസം മാറാൻ വിജയ് ആലോചിക്കുന്നത്. നഗരഹൃദയത്തിലുള്ള പോയ്സ് ഗാർഡനിലേക്ക് മാറുന്നതോടെ യാത്രാസമയവും ഗതാഗത പ്രശ്നങ്ങളും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. ജയലളിതയുടെ മരണശേഷം നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ കോടതി വേദനിലയത്തിന്റെ ഉടമസ്ഥാവകാശം ജയലളിതയുടെ അനന്തരവളായ ദീപയ്ക്കാണ് നൽകിയിട്ടുള്ളത്. ഈ വസതി 350 കോടി രൂപയ്ക്ക് വാങ്ങുന്നതിനായുള്ള പ്രാഥമിക ചർച്ചകൾ വിജയുടെ പ്രതിനിധികൾ ആരംഭിച്ചതായാണ് വിവരം. എന്നാൽ ഈ ഇടപാടിനെ കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളോളം നിർണായക തീരുമാനങ്ങൾക്ക് വേദിയായ വസതിയാണ് ജയലളിതയുടെ വേദനിലയം. ഈ ഇടപാട് യാഥാർത്ഥ്യമായാൽ തമിഴ്നാട്ടിലെ ഏറ്റവും VIP പ്രദേശമായ പോയ്സ് ഗാർഡനിലെ പ്രമുഖർക്കൊപ്പം വിജയും ഇടം പിടിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, നടൻ ധനുഷ്, ശശികല എന്നിവരുടെ വസതികൾ സ്ഥിതി ചെയ്യുന്നത് പോയ്സ് ഗാർഡനിലാണ്. തമിഴ് രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും ഒരേ സമയം വലിയ തരംഗം സൃഷ്ടിച്ച ഈ വാർത്തയുടെ അടുത്ത നീക്കങ്ങളാണ് ഇപ്പോൾ തമിഴകം ഉറ്റുനോക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പോയ്സ് ഗാർഡനിലെ വേദനിലയം വെറും ഒരു വീടല്ല, മറിച്ച് അധികാരത്തിന്റെ വലിയൊരു പ്രതീകമാണ്. MGRന് ശേഷം AIDMK എന്ന വൻ പ്രസ്ഥാനത്തെ ജയലളിത നയിച്ചതും ഭരിച്ചതും ഇവിടെയിരുന്നാണ്. വിജയ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി പദവിയിലിരിക്കെ ജയലളിതയുടെ അതേ വസതി സ്വന്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്കും പാർട്ടി അണികൾക്കിടയിലും വലിയൊരു പ്രതീകാത്മക മൂല്യം നൽകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പോയ്സ് ഗാർഡനിൽ ഏകദേശം 24,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ വസതിയും പരിസരവും സ്ഥിതി ചെയ്യുന്നത്. 1960കളുടെ അവസാനത്തിൽ ജയലളിതയും അമ്മ സന്ധ്യയും ചേർന്നാണ് ഈ സ്ഥലം വാങ്ങിയതും വേദനിലയം എന്ന് പേരിട്ടതും. 1972 ഇതിന്റെ ഗൃഹപ്രവേശം. ജയലളിതയുടെ മരണശേഷം മുൻ AIDMK സർക്കാർ ഇത് സ്മാരകമാക്കാൻ ശ്രമിച്ചെങ്കിലും നിയമപരമായ അവകാശികളായ ദീപയ്ക്കും കോടതി വീട് വിട്ടു നൽകുകയായിരുന്നു. നീലാങ്കരയിലെ വിജയുടെ നിലവിലുള്ള വീട് സ്ഥിതി ചെയ്യുന്നത് ഇടുങ്ങിയ റോഡുകൾ നിറഞ്ഞ ജനവാസ മേഖലയിലാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവിടെ കനത്ത സുരക്ഷയൊരുക്കുന്നത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. എന്നാൽ പോയ്സ് ഗാർഡൻ നേരത്തെ തന്നെ അതീവ സുരക്ഷാ മേഖലയായിരുന്നതിനാലും വിശാലമായ റോഡുകളും VIP പ്രോട്ടോകോളും ഉള്ളതിനാലും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം വീട് വിൽക്കാൻ ദീപയ്ക്ക് താൽപര്യമുണ്ടെന്ന സൂചനകൾ വന്നതിന് ശേഷമാണ് വിജയുടെ പ്രതിനിധികൾ ചർച്ചകളിലേക്ക് കടന്നത്. എന്നാൽ ചെന്നൈയിലും റിയൽ എസ്റ്റേറ്റ് മൂല്യം വെച്ച് നോക്കുമ്പോൾ തുക 350 കോടിക്ക് മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ടെന്ന് ചില ബിസിനസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ വൻതുകയുടെ ഇടപാട് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1967 ജയലളിതയും അമ്മയും ഈ വീട് വാങ്ങുമ്പോൾ അവർക്ക് ചിലവായത് വെറും 1.32 ലക്ഷം രൂപ മാത്രമായിരുന്നു. പോയ്സ് ഗാർഡനിലെ അതീവ സുരക്ഷാ മേഖലയിൽ ഏകദേശം 24,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ വലിയ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. 21,600 ചതുരശ്ര അടിയിൽ കൂടുതൽ കെട്ടിട വിസ്തീർണവുമുണ്ട്. ജയലളിതയുടെ അമ്മയുടെ യഥാർത്ഥ പേരായ വേദവള്ളി എന്നതിൽ നിന്നാണ് ഈ വീടിന് വേദനിലയം എന്ന് പേരിട്ടത്. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പവർ സെന്റർ 1980കൾ മുതൽ 2016 ജയലളിത അന്തരിക്കുന്നതുവരെ തമിഴ്നാട് ഭരണം നിയന്ത്രിച്ചിരുന്നത് ഈ വസതിയിൽ നിന്നായിരുന്നു. DMK പാർട്ടിയുടെ എല്ലാ നിർണായക തീരുമാനങ്ങളും സ്ഥാനാർത്ഥി നിർണയങ്ങളും നടന്നത് ഇവിടെയാണ്. മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധി, PV നരസിംഹറാവു, മൻമോഹൻ സിംഗ്, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സഖ്യചർച്ചകൾക്കായി വേദനിലയത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട് സ്വന്തമാക്കുന്നത് വഴി തമിഴ് രാഷ്ട്രീയത്തിൽ തന്റേതായ ഒരു പുതിയ ചരിത്രവും സ്വാധീനവും ഉറപ്പിക്കാനാണ് മുഖ്യമന്ത്രി വിജയ് ലക്ഷ്യമിടുന്നത്. മുൻപ് മുഖ്യമന്ത്രി വിജയ് ഔദ്യോഗിക വസതിയായ ഗ്രീൻവേസ് റോഡിലെ സർക്കാർ ബംഗ്ലാവിലേക്ക് മാറിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയും മുൻ മന്ത്രിമാരും ഒഴിഞ്ഞ സർക്കാർ വീടുകൾ ഇതിനായി പരിഗണിച്ചിരുന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാലും സ്വകാര്യത മുൻനിർത്തിയും സ്വന്തമായി തന്നെ ഒരു വസതി ചെന്നൈ നഗര മധ്യത്തിൽ വേണമെന്ന ആഗ്രഹത്തിലാണ് പോയ്സ് ഗാർഡനിലേക്ക് വിജയുടെ ശ്രദ്ധ തിരിഞ്ഞത്. ഇത് നീലാങ്കരയും ECR പാതയും വഴിയുള്ള അദ്ദേഹത്തിന്റെ യാത്ര മൂലമുണ്ടാകുന്ന കടുത്ത ഗതാഗത കുരുക്കിന് സ്ഥിരമായ പരിഹാരമാകും. തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ വസതി സ്ഥിതി ചെയ്യുന്നത് പോയ്സ് ഗാർഡനിലാണ്. അടുത്ത കാലത്തായി രജനീകാന്തും വിജയും തമ്മിലുള്ള ബോക്സ് ഓഫീസ് മത്സരങ്ങളും ആരാധകർ തമ്മിലുള്ള വാക്പോരുകളും വലിയ ചർച്ചയായിരുന്നു. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രജനീകാന്ത് പങ്കെടുക്കാതിരുന്നത് വലിയ വാർത്തയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇരുവരും പോയ്സ് ഗാർഡനിൽ അയൽക്കാരാകുന്നത് മാധ്യമങ്ങൾക്കും ആരാധകർക്കും വലിയ ആഘോഷമായി മാറും. ജയലളിതയുടെ മരണശേഷം ഈ വീടിന്റെ പൂർണ്ണ അവകാശം ജയലളിതയുടെ അനന്തരവൾക്കാണ്. നിലവിൽ ദീപയുടെ പക്കലുള്ള ഈ വസതിയാണ് വിജയ് 350 കോടി രൂപയ്ക്ക് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. ഈ വൻ തുകയുടെ ഇടപാടിൽ ഉടൻ തന്നെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.